അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉമ്മിയുപ്പയിലുള്ള ദിവസത്തെ വിശേഷങ്ങളാണ്. വീഡിയോ മൊത്തത്തിൽ കണ്ടോക്കാം കേട്ടോ. ഞാനിതാ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 100 ഗ്രാം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു പാക്കറ്റ് പാൽ ഒഴിച്ച് കൊടുക്കുക. നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യത്തിന് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നിൽക്കില്ലാന്നുണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡ് വേണ്ടാന്നുണ്ടെങ്കിൽ പാൽപ്പൊടിയും കുറച്ച് പഞ്ചസാരയും ചേർത്ത് കൊടുത്താൽ മതി. ബട്ടറിന് പകരം ഗീ ആയാലും കുഴപ്പമില്ല, പക്ഷേ കുറച്ചുകൂടി നല്ലത് ബട്ടറാണ്. ഇനിയിപ്പോൾ ഇതിലേക്കില്ലേ 2 ടേബിൾ സ്പൂണ് കോൺഫ്ലോറിൽ കുറച്ച് പാലും കൂടി മിക്സ് ആക്കി എടുത്തതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ മൈദയിൽ കുറച്ച് പാല് മിക്സ് ആക്കി എടുത്താൽ മതി കേട്ടോ. ഇതിപ്പം പാലിൻ്റെ ക്രീമാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്, തിക്ക് ക്രീമാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ പാല് തിളപ്പിച്ചിട്ട് ഈ ഐറ്റംസ് എല്ലാം, ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നിങ്ങൾക്ക് ഇടുന്നുണ്ടെങ്കിൽ ഇടാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പം വേഗത്തിൽ പണി തീരാൻ വേണ്ടിക്ക് എല്ലാം കൂടി വീഡിയോ എടുത്ത് ചെയ്യുന്നുണ്ടാണ് കേട്ടോ. എല്ലാം കൂടി ഇതിൽ തന്നെ ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ട് ഒന്ന് കുറുക്കിയെടുക്കലാണ്. നിങ്ങളാവുമ്പം പാല് തിളച്ച ശേഷം ചെയ്യുമ്പോൾ പെട്ടെന്ന് കുറുകി വരും കേട്ടോ ഈ ഐറ്റംസ് എല്ലാം. ഇനിയിപ്പോൾ ഇതാ ഉമ്മ ഇവിടെ ഇല്ലേ കഞ്ഞി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പിന്നെ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊന്നും ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ല, കാര്യം ബീഫ് കറിയാണ് ഉണ്ടാക്കിയത്. പിന്നെ പാൽക്കഞ്ഞി ഇല്ലേ, തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള കഞ്ഞി, പാൽ ഒഴിച്ചിട്ടില്ല, കഞ്ഞിക്കുള്ള ഐറ്റംസ് എല്ലാം വേവിച്ചെടുത്തിട്ടുണ്ട്. ഞാനിതാ ഇറച്ചി അടക്ക് വേണ്ടിക്ക് ഉമ്മ ബീഫ് കുറച്ച് വലിയ പീസാക്കിയിട്ട് അങ്ങനെ വേവിച്ചിട്ടുണ്ടായിനി. അത് എടുത്തിട്ട് പൊടിച്ചെടുക്കലാണ് കേട്ടോ. ഇന്നാണെങ്കിലേ ഇവിടുന്ന് എല്ലാവർക്കും നോമ്പ് തുറക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉമ്മയും ഉപ്പെല്ലാം രാവിലെ വന്നിട്ടുണ്ടായിന് കേട്ടോ. അപ്പം രാവിലെ ഉമ്മ കിച്ചണിലുണ്ടായതുകൊണ്ട് പിന്നെ ഞാൻ കിച്ചണിലൊന്നും ഉണ്ടായിട്ടില്ല. ഉമ്മ വേഗം കറിയെല്ലാം വെച്ച് പത്തിരിക്കെല്ലാം കുഴച്ച് പിന്നെന്താ ഇറച്ചിയട ഉണ്ടാക്കാമെന്ന് പറഞ്ഞ്, നാടൻ ഐറ്റംസ് റെഡിയാക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറച്ചിയടക്കുള്ള മാവും കാര്യങ്ങളെല്ലാം ഉമ്മ കുഴച്ചെടുത്തിട്ടുണ്ടായിന് കേട്ടോ. എനിക്കിപ്പുറം കുറച്ച് പണി ഉണ്ടായിട്ടുണ്ടായിന്, അതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങളൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ ഇതാ ഞാൻ ബീഫ് നല്ലോണം വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിപ്പം നല്ലോണം വെന്തിട്ടുണ്ട്. ഞാനിതാ ഉടച്ചെടുക്കലാണ്. പിന്നെ ഇറച്ചിയടക്ക് കുഴക്കുന്നതും എല്ലാം ഞാൻ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിന്. നിങ്ങൾക്ക് റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഇർഫാന ഷംഷീർ ഇറച്ചിയട റെസിപ്പി എന്ന് ടൈപ്പ് ചെയ്തതിനാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഫിലോ പാസ്ട്രി എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് ഒരു സ്വീറ്റ് റെഡിയാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതിനും മുമ്പായിട്ടില്ലേ ഞാൻ കഞ്ഞിക്ക് ഉമ്മ തേങ്ങ അരച്ച്, ഉമ്മ ഉണ്ടാകുമ്പില്ലേ ഉമ്മ എല്ലാ ഐറ്റംസും ചെയ്തു തരും കേട്ടോ. അപ്പം നല്ല ആശ്വാസമാണ്. ഉമ്മ വന്നു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പണി എനിക്ക് എടുക്കാൻ തോന്നില്ല. എന്നാലും ഞാൻ ഉമ്മാനെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. എന്നാലും എന്താ പറയുക, ഒരാശ്വാസം പോലെ എല്ലാ വിഷമങ്ങളല്ല പണികളും കാര്യങ്ങളെല്ലാം ആകുമ്പോൾ നമ്മൾ ഭയങ്കര ടയർഡാവില്ലേ. അപ്പോൾ ഉമ്മ ഉണ്ടാകുമ്പം ഭയങ്കര ഹാപ്പിയാണ് എനിക്ക്. എല്ലാ ഭാഗങ്ങളും ഉമ്മ ചെയ്തു തരും. ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ ഉമ്മ എന്താ പറയുക ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഉമ്മ തന്നെയാണ് ഇതെല്ലാം ചെയ്തെടുത്ത് അങ്ങനെ. അപ്പോൾ ഉമ്മുള്ള ദിവസം ഭയങ്കര ഹാപ്പിയാണ്. ഇനിയിപ്പോൾ ഞാനില്ലേ നല്ല ഉമ്മ തേങ്ങാപ്പാൽ തേങ്ങ ചിരവയിലേക്ക് ചെറിയ ഉള്ളിയില്ലേ അത് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അരച്ചെടുത്തതാണ് കേട്ടോ. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുണ്ടായിനി. ബിരിയാണി അരിയും ചെറുപയർ പരിപ്പും കൂടി വേവിച്ചെടുത്തതാണ്. ചെറുപയർ പരിപ്പ് ഒന്ന് വറുത്തിട്ടാണ് കേട്ടോ വേവിച്ചെടുത്തത്. എന്നിട്ട് അതിലേക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ഇട്ടിട്ട് അരച്ചെടുത്തിട്ട് ഒഴിച്ചു കൊടുക്കലാണ്. എന്നിട്ടൊന്ന് തിളപ്പിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ നോമ്പ് കഞ്ഞി നമ്മളിതാണ് കേട്ടോ ഉണ്ടാക്കൽ. ചിലർ ആ പച്ചപ്പയറിൻ്റെ പകുതി തന്നെ വെച്ചിട്ടുണ്ടാക്കും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു തോന്നും. ഞാനില്ലേ വോയിസ് ഓവർ കൊടുക്കൽ ഭയങ്കര തിരക്കിലിരിക്കുക. അപ്പോൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കലുണ്ട് ഇടയ്ക്ക്. സോറി, ഇഷ്ടമല്ലാത്തവർ വിട്ടേ. പിന്നെ കഴിഞ്ഞ വ്ളോഗിൽ നിങ്ങൾ തന്ന സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച്. ഒരുപാട് നല്ല നല്ല കമൻറ്റ്സ് കണ്ടിട്ടുണ്ടായിന്. ഇന്ന് സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ ഒന്നും എടുക്കണ്ടെന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഉമ്മ ഏതായാലും വന്നുകൊണ്ട് ഒരു വീഡിയോ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്, കാര്യം ഉമ്മ എല്ലാം ചെയ്തു തരും. അപ്പം വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ്. കാര്യം നല്ല നല്ല റെസിപ്പീസാണ് ഉണ്ടാക്കുന്നത്. അപ്പം നിങ്ങൾക്കും കൂടി ഷെയർ ആക്കാമെന്ന് വിചാരിച്ചിട്ട്. ഇനിയിപ്പോൾ ഞാനില്ലേ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ചൂടായരിയിലെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കലാണ്. ഇറച്ചിയുടെ തന്നെ ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇതും ഉമ്മ മുറിച്ചിട്ട് അവിടെ വെച്ച് തന്നതാണ്. അപ്പോൾ ഉള്ളി ഒരു 3 വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. കുറച്ച് മാത്രമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ 2 വീട്ടിലേക്കും കൊടുക്കാനുണ്ട്, അതും അങ്ങനെ ഉണ്ടാക്കലാണ്. അപ്പോൾ ഉള്ളി എല്ലാം ഒന്ന് വഴറ്റിയെടുക്കുക. ഇറച്ചിയടക്കം എല്ലാവർക്കും അറിയില്ല, ഉള്ളി കുറേ വാടേണ്ട ആവശ്യമൊന്നുമില്ല. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ എല്ലാം വഴറ്റിയെടുക്കുക കേട്ടോ. പിന്നെ എന്താ പറയുക, ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്കും കമൻറ്റും ചെയ്യണേ. ഇതുവരെ ഞാൻ ചെയ്ത വീഡിയോസിന് നിങ്ങൾ തന്ന സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച്.
അപ്പോൾ ഇതാ ഞാൻ കഞ്ഞി തിളച്ച് വന്നേരിൽ തീ ഓഫ് ചെയ്യലാണ്. ഒരു തിള വന്നു കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യുക. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിക്ക്. പിന്നെ ഇതിൻ്റെ ചെറുപയർ ഒരു കൊത്തുപയറില്ലേ അതിട്ടിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിലും ടേസ്റ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ആവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അരച്ചതാണ്. പച്ചമുളക് കുറച്ച് അധികം ഇട്ട് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത്, ഒരു 6 അല്ലി വെളുത്തുള്ളി, ഒരു 3 ഉള്ളിയെല്ലാം ആണെന്നുണ്ടെങ്കിൽ 6 അല്ലി വെളുത്തുള്ളി, 1 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചിയും മതി. നമ്മൾ കറിക്ക് എടുക്കുന്ന അത്രയും എടുക്കേണ്ട ആവശ്യമില്ല. ഇനി 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ തന്നെ ക്രഷ് ചെയ്ത കുരുമുളകും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് എല്ലാം കൂടി വഴറ്റിയെടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഉള്ളിയൊന്നും നല്ലോണം കുക്കാണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ചിക്കനോ ചിക്കനോ ചെമ്മീനോ ബീഫോ ഏതായാലും കുഴപ്പമില്ല ഇട്ട് കൊടുക്കുക. ഫ്രൈ ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക. വേവിച്ചിട്ടാണെങ്കിൽ അങ്ങനെ. വേവിക്കുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയെല്ലാം ചേർത്തിട്ട് ബീഫ് വേവിക്കുക കേട്ടോ. ഇതിപ്പം ബീഫ് കറി ആയതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് കോരിയെടുത്തതാണ്. ഇനിയിപ്പോൾ ഇതാ കുറച്ച് അധികം കറിവേപ്പിലയും മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. കുറച്ച് ചെറുനാരങ്ങയും കൂടി പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിങ് റെഡിയാവും കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബീഫ് ഇത്ര വേവണ്ട. ബീഫ് ഒരു 3-4 വിസിൽ വെന്ത് കഴിഞ്ഞാൽ തന്നെ തീ ഓഫ് ചെയ്തിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ മിക്സിയുടെ ജാറിൽ. അപ്പോൾ ഇതാ നമ്മുടെ ബീഫ് മസാല റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് റെഡ് ചില്ലി ഫ്ലെക്സ് ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. പണ്ടേ നോമ്പിനെല്ലാം ഈ ഒരു ഇറച്ചിയട, കായട, പിന്നെന്താ മുട്ടവട, അതെല്ലാം നല്ല ടേസ്റ്റിയല്ലേ കഴിക്കാൻ വേണ്ടിക്ക്. ഞാൻ നേരത്തെ പാലിൻ്റെ മിക്സ് വെച്ച് കൊടുത്തിട്ടില്ലേ, അത് നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. ഫിലോ പാസ്റ്റ് വെച്ചിട്ടില്ലേ ഒരു സ്വീറ്റ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാനില്ലൊരു സാധനം എടുത്തു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലെന്താണെന്ന് അന്നേരം തോന്നുന്നു അതാണ് കേട്ടോ ഉണ്ടാക്കൽ. വലിയ ഐഡിയ ഒന്നും ഇല്ലാണ്ടാണ് ചെയ്യൽ. പക്ഷെ ഇത് വെച്ചിട്ട് ബക്ലാവല്ലേ അധികം ഉണ്ടാക്കൽ. ഞാൻ വിചാരിച്ചു ഇങ്ങനെ ക്രീം ഉള്ളിൽ വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റി ആയിരിക്കുമെന്ന്. അങ്ങനെ മനസ്സിൽ തോന്നിയ ഒരു ഐഡിയയിൽ അങ്ങനെ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. പക്ഷേ ഉണ്ടാക്കിയിട്ട് വന്നേരം ഭയങ്കര ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിന്. ഞാൻ എന്തായാലും റെസിപ്പി ഷെയർ ആക്കാം. ഈ ഒരു പാലിൻ്റെ മിക്സിലേക്ക് എന്തെല്ലാം ഇട്ടെന്ന് ഞാൻ ആദ്യം കാണിച്ചിട്ടില്ലേ. ഞാൻ ഓർഡറിലൊന്നല്ല കാണിക്കുന്നത്, ഞാൻ തിരക്കിൽ അങ്ങനെ വീഡിയോ എടുക്കുന്നതാണ്. ഇനിയിപ്പോൾ ഇതാ ഉമ്മില്ലേ, ഞാൻ കിച്ചണിൽ വരും മുന്നേ ചിക്കൻ പക്വാടൊക്കെ ഉള്ള ഐറ്റംസ് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ചിക്കൻ പക്വാടേൻ്റെ എല്ലാം റെസിപ്പി ഒരുപാട് പ്രാവശ്യം കാണിച്ചുകൊണ്ടാണ് കാണിക്കാണ്ട് തന്നെ. ഇർഫാന ഷംഷീർ ചിക്കൻ പക്കോട എന്നെല്ലാം ടൈപ്പ് ചെയ്തതിനാൽ നിങ്ങൾക്ക് കിട്ടും. ഒന്നുമില്ല, എന്താ പറയുക, ചിക്കനില്ലേ ഒരു എല്ലോട് കൂടി കട്ടാക്കി എടുക്കുക വേവിക്കാണ്ട്. അതിലേക്ക് കുറച്ച് എന്താ പറയുക കടലമാവ് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ അരിപ്പൊടി, മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, കറിവേപ്പില, ഉള്ളി എല്ലാം ഇട്ടിട്ട് മിക്സ് ആക്കി എടുക്കുക. അരിപ്പൊടിക്ക് പകരം കോൺഫ്ലോർ ആയാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കുക. ഇനിയിപ്പോൾ ഇതാ ഇറച്ചി വടക്കുള്ള ഐറ്റംസ് റെഡിയാക്കി എടുക്കലാണ്. ഇതും ഉമ്മ തന്നെയാണ് കേട്ടോ എനിക്ക് പരത്തി തന്നിട്ടുണ്ടായിനി. ഇതാ ഇറച്ചിയടയിൽ ഉണ്ടാക്കുമ്പം കുറച്ചധികം സമയം എടുത്തിട്ടല്ലേ ചെയ്യേണ്ടത്. 2 ആൾക്കാരെല്ലാം ഉണ്ടാകുമ്പോൾ കുക്കിങ്ങിന് ഉണ്ടാകുമ്പോൾ ഇതെല്ലാം വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഇറച്ചിയട. നല്ല സോഫ്റ്റ് ഇറച്ചിയട. അതുപോലെ തന്നെ ഉള്ളിൽ നല്ല ഫില്ലിങ്ങും വേണം. എന്നാലും കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ, ചൂട് ചായക്ക് ഏലക്കായലിട്ടിട്ട് കഴിക്കാൻ വേണ്ടിക്ക്. അപ്പോൾ ഇതാ അതും കൂടി ഞാൻ റെഡിയാക്കി എടുക്കലാണ്. നല്ല രസമല്ലേ കാണാൻ വേണ്ടിക്ക്. ഇത് ഉണ്ടാക്കിയെടുക്കാനും നല്ല രസമാണ് കേട്ടോ. എനിക്കില്ലേ കുക്കിങ് ഞാൻ ചെയ്യുമ്പം ആസ്വദിച്ചിട്ട് ചെയ്യുന്ന കൂട്ടത്തിലാണ്. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. ഓരോ കാര്യവും അതിൻ്റെ ഭംഗി ഇങ്ങനെ ആസ്വദിച്ചിട്ടാണ് ചെയ്യൽ. അതുകൊണ്ട് തന്നെ മാഷാ അല്ലാഹ് എന്താ പറയുക, എനിക്കങ്ങനെ മടിയൊന്നും ഉണ്ടാവില്ല കുക്ക് ചെയ്യാൻ വേണ്ടിക്ക്. കാര്യം നമ്മളത് ഉണ്ടാക്കുമ്പം നമുക്ക് പ്രതിഫലം കിട്ടും. ഒരുപാട് പേരെ നമ്മൾ നോമ്പ് നോറ്റി നമ്മളത് ഉണ്ടാക്കുമ്പം ഒരുപാട് പേർക്ക് നോമ്പ് തുറക്കാനുള്ള ഒരു വിഭവം നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് ഒരുപാട് പ്രതിഫലം കിട്ടും. നമ്മളത്രയും കഷ്ടപ്പെട്ടിട്ടല്ലേ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഒരെല്ലാം അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മതിയില്ലേ. കുക്കിങ് എന്താ പറയുക, കുക്ക് ചെയ്യുന്നതിനെ കൂടെ നമുക്ക് എന്താ ലാഭം, ഭർത്താക്കന്മാർക്ക് ചെയ്തൂടെ, അങ്ങനെ ഇങ്ങനെയെന്നെല്ലാം പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. നമ്മളത് ഉണ്ടാക്കുമ്പോൾ നമ്മൾ വീട്ടിൽ ഓരോ കാര്യം ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ പ്രതിഫലം കിട്ടും. നമ്മൾ മക്കളെ നോക്കുന്നതായാലും കുക്ക് ചെയ്യുന്നതായാലും വീട് വൃത്തിയാക്കുന്നതായാലും അതിലെല്ലാം ഹയറുണ്ട്. ഭർത്താക്കന്മാർ പുറത്തു പോയിട്ട് അവർ ജോലി ചെയ്തിട്ട് നമുക്കുള്ളത് അവർ സമ്പാദിച്ചു കൊണ്ടുവരുന്നില്ല. അപ്പം വീട്ടിലുള്ള ഭാര്യമാർക്ക് ഇങ്ങനെയെങ്കിലും ചെയ്തിട്ട് അവരെ സന്തോഷിപ്പിക്കൽ നമ്മളും കൂടി കടമയല്ലേ. ഒരു ഭാഗം മാത്രമല്ലല്ലോ, തിരിച്ചങ്ങോട്ടും വേണ്ടേ. അങ്ങനെ അപ്പോൾ ഇതാ ഞാൻ നല്ല ഒരു കമൻറ്റ് കാണലുണ്ട്, ഇർഫാനക്ക് ഹെൽപ്പൊന്നും ചെയ്യലില്ലേ എന്നെല്ലാം ചോദിച്ചിട്ട്. കാര്യം ഇക്ക ബിസിയാണ്, ഷോപ്പിൽ ബിസിയാണ്. അപ്പം ഇക്ക വരുമ്പോഴേക്ക് ഇക്ക നല്ലവണ്ണം ടയേർഡാവും. പിന്നെ ആ ടയേർഡായി ഇക്കാനോട് ഹെൽപ്പ് ചെയ്യാൻ പറയുന്നതിലും നല്ലത് ഞാൻ വീട്ടിലിരിക്കുമ്പോൾ ഞാൻ തന്നെ കുക്ക് ചെയ്യലല്ലേ നല്ലതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അല്ലാണ്ട് ഇക്ക ഹെൽപ്പ് ചെയ്തിട്ടൊന്നുമല്ല, ഞാൻ പറയലില്ല അങ്ങനെ.
കാര്യം ഒക്കെയും വർക്ക് ചെയ്തിട്ട് തന്നെയല്ലേ വരുന്നത്. ഞാൻ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് എൻ്റെ കടമ നിർവഹിക്കുന്നു, ഒക്കെ പുറത്ത് പോയിട്ട് ഇക്കാൻ്റെ കടമ നിർവഹിക്കുന്നു. അപ്പോൾ രണ്ടാളും കൂടി ഒരുമിച്ച് ചെയ്യുമ്പോഴല്ലേ അവിടെ ഹാപ്പിനെസ് ഉണ്ടാവുക. അങ്ങനെ പിന്നെന്താ, ഞാനെല്ലാം ഇതുപോലെ ചെയ്തെടുക്കലാണ് നല്ല ഭംഗിയിൽ. ഇത് പല ഷേപ്പിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കട്ടാക്കി എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ റൗണ്ടിലാണ് കട്ടാക്കി എടുക്കുന്നത്. ഈ മാവ് എങ്ങനെയാണ് കുഴക്കലെന്നും നിങ്ങൾക്ക് അറിയുണ്ടാവും, എൻ്റെ വീഡിയോസ് കണ്ടവർക്ക് അറിയുണ്ടാവും. ഒന്നുമില്ല, മൈദ, ഉപ്പ്, കുറച്ച് ഓയിൽ, പച്ചവെള്ളത്തിലോ അല്ലാന്നുണ്ടെങ്കിൽ ഇളം ചൂടുവെള്ളത്തിലോ നല്ലോണം കുഴച്ചെടുക്കുക, ചപ്പാത്തിക്കെല്ലാം കുഴക്കുന്ന പോലെ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് ആട്ടപ്പൊടി ഇട്ടിട്ടും ചെയ്തെടുക്കാം. ഇതിലേ നമുക്ക് സ്റ്റീം ചെയ്തിട്ട് മോമോസ് പോലെ കഴിക്കാനും പറ്റും. പക്ഷേ ശരിക്കും മോമോസിൽ ഫ്രഷ് ആയിട്ടുള്ള വേവിക്കാത്ത ബീഫിലും ചിക്കനിലും ചെമ്മീനിലെല്ലാം ആണ് ടച്ചയിൽ. എന്നാലാണ് മോമോസിൻ്റെ ഉള്ളിൽ ആ ഒരു പുറമേ ഇല്ലാത്ത തൊലിക്ക് അതിൻ്റെ ഫ്ലേവർ ഇറങ്ങി വരാം. ഇൻഷാ അല്ലാ മോമോസിൻ്റെ റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തൊരു ഇർഫാന ഷംഷീർ മോമോസ് റെസിപ്പി നല്ല ടൈപ്പ് ചെയ്തതിനാൽ കിട്ടും. ഉമ്മില്ലേ പക്കവടക്ക് വേണ്ടിക്ക് മസാല എന്താ പറയുക എല്ലാം കുഴച്ച് വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് ചുടാൻ പോകുമ്പോൾ ഉള്ളി ഇടാന്ന് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉള്ളി നേരത്തെ ഇട്ടതിനാലില്ലേ ഉള്ളിലെ വെള്ളം മൊത്തത്തിൽ ഇറങ്ങിയിട്ട് ഈ ബാറ്ററി ലൂസായി പോവും. അതുകൊണ്ട് ഉമ്മ അതെല്ലാം റെഡിയാക്കിയിട്ട് അവിടെ വെച്ചിട്ട് ഞാൻ പൊരിക്കുന്ന ടൈമിൽ നീ ഉള്ളി ഇട്ടോന്ന് പറഞ്ഞിട്ട് അവിടെ ഉള്ളിയും കട്ടാക്കിയിട്ട് വെച്ച് തന്നിട്ടുണ്ടായിന് കേട്ടോ. ലാസ്റ്റ് ഞാൻ അതിട്ട് കൊടുത്ത് കുറച്ച് ടൈറ്റ് ആകാൻ വേണ്ടിയിട്ട് അരിപ്പൊടിയും പിന്നെ കുറച്ച് ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കലാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കടലമാവിൽ ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ കടലമാവെല്ലാം കുഴച്ചിട്ടില്ലേ, സെയിം അതുപോലെ തന്നെയാണ്. പക്ഷെ വെള്ളം ചേർക്കാണ്ട് ചിക്കനിൽ ലോഡ് കൂടിയ ചിക്കനിലേക്ക് കടലമാവ് ഇട്ട് കൊടുക്കുക. അരിപ്പൊടി, മുളക് പൊടി, പച്ചമുളക്, കറിവേപ്പില, ഉള്ളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം കൂടി മിക്സാക്കി എടുക്കുക. ആവശ്യത്തിന് ഉപ്പും. അതിനോട് ഓരോരിക്കൽ ഇന്നലെ ഏതോ ഒരു റെസിപ്പിയിൽ ഉപ്പ് ഇട്ട് കൊടുക്കേണ്ട ഇർഫാനാന്ന് വെച്ചിട്ടുണ്ടായിന്. ഉപ്പ് ഇടുന്നതെല്ലാം ചിലപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യുന്ന ടൈം കട്ടായി പോകുന്നതാണ് കേട്ടോ, അതാണ് കാണാത്ത. ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ ഞാൻ ഇന്നലെ ഒരു ഈത്തപ്പായ ഒന്നും പറഞ്ഞിട്ടില്ല, അതിൽ കുറേ കമൻറ്റ് കണ്ടിട്ടുണ്ടായിന്. മഷ്റൂം അല്ല മധുഹൂത്ത എന്തോ ഒരു സംഭവം, അങ്ങനെ കുറേ പേരുകൾ കമൻറ്റിൽ കണ്ടിട്ടുണ്ടായിന്. സത്യം പറഞ്ഞാൽ എനിക്ക് ഈത്തപ്പായത്തിൻ്റെ പേരൊന്നും അറിയില്ല കേട്ടോ. നമ്മൾ ഷോപ്പാറ് പറയൂലേ ഇങ്ങനെ ഇത് അടിപൊളിയാണ് മഷ്റൂം എന്നെല്ലാം പറഞ്ഞിട്ട്, അങ്ങനെ എങ്ങാനും കേട്ടാലും ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. പക്ഷേ അത് അടിപൊളി ഈത്തപ്പായം കേട്ടോ. കമൻറ്റിൽ നിങ്ങൾ നോക്കിക്കോ, എന്തോ മധുഹൂത്ത എന്തോ സംഭവമാണ്. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈത്തപ്പഴത്തിൻ്റെ കൂട്ടത്തിലിഷ്ടം ആ ഒരു യെല്ലോ കളറും റെഡ് കളറെല്ലാം വരത്തില്ലേ, ബ്ലാക്ക് കളറെല്ലാം ഗൾഫിൽ നിന്ന് ആ ഒരു ഫ്രഷ് ആയിട്ട് കൊണ്ടുവരുന്ന ഒരു സംഭവം, നല്ല പഴുത്ത എന്താ പറയുക, അതെനിക്ക് ഇഷ്ടമാണ് കേട്ടോ. നല്ല രസമൊന്നും കഴിക്കാം. പക്ഷേ ഇങ്ങനത്തെ ഈത്തപ്പഴമൊന്നും കഴിക്കാൻ എനിക്കെന്തോ ചവക്കണ്ടേന്ന് വിചാരിച്ചിട്ട് മടിയാണ്. അങ്ങനെ പിന്നെന്താ, ഇത് നല്ല ഈത്തപ്പഴം തന്നെയാണ് കേട്ടോ. പിന്നെന്താ, ഇതാ ചൂടായ എണ്ണയിലിട്ടിട്ട് ഈ ഒരു ഇറച്ചിയട പൊരിച്ചെടുക്കലാണ്. ഈ ഒരു കളറായി കഴിഞ്ഞാൽ എണ്ണയിൽ നിന്ന് കോരി മാറ്റിയേട്ടാ. ഇത് നല്ലോണം പൊങ്ങി വരും, നല്ല ടേസ്റ്റും അതുപോലെ അടിപൊളി സ്മെല്ലുമാണ്. പണ്ടെല്ലാം ഉപ്പലുള്ള കാലത്ത് ഇങ്ങനെ ഭർത്താവ് എന്താ പറയുക പുതിയാപ്പളമാരെ വീട്ടിലെല്ലാം ചുട്ടു കൊടുക്കുന്ന ഒരു ടൈപ്പ് സ്നാക്കെല്ലാം വന്നിട്ട് ഇത് ഇപ്പം എന്ന് വെച്ചാൽ കുറേ മാറിയില്ലേ. പണ്ടാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇറച്ചിയട, കായട, അതുപോലെ സമൂസ, പിന്നെന്താ പോള, അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ടാക്കാം. മണ്ടപ്പൊടിയെല്ലാം അങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കൽ. പണ്ടെല്ലാം പുതിയാപ്പിളമാരുടെ അടുത്ത് കൊടുക്കാൻ വേണ്ടിക്ക്. ഇപ്പം കുറേ മാറി. ഇപ്പം അധികം ഡിന്നർ ഐറ്റംസ് എല്ലാം ബിരിയാണി, എന്താ പറയുക മന്തി, അങ്ങനത്തെ ഐറ്റംസ് അങ്ങനത്തെ എല്ലാം ഉണ്ടാക്കി കൊടുക്കുക. സ്നാക്ക് ഉണ്ടാക്കൽ കുറവ് തന്നെയാണ്. പിന്നെന്താ, സ്നാക്ക് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ തന്നെ ഫ്രീസ് ചെയ്ത് വെക്കുന്ന രീതിയിലാണ് കേട്ടോ നമ്മൾ കൊടുക്കൽ. ഫ്രൈ ആക്കിയിട്ട് മൊത്തത്തിൽ കൊടുക്കില്ല. ആ കാര്യം ഫ്രൈ ആക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വെറുതെ അവർക്കും കഴിക്കാൻ കഴിയില്ല. അങ്ങനെ ഇനിയിപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിലില്ല ആ ഒരു ഷീറ്റ് നേരത്തെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിന്. പഫ് പാസ്ട്രി ഫിലോ പാസ്ട്രി ഉണ്ടാക്കുന്ന ഷീറ്റാണ്. അതുപോലെ ബക്ലാവെല്ലാം ഉണ്ടാക്കുന്ന ഒരു ഷീറ്റില്ലേ, അത് നിങ്ങൾക്ക് പറഞ്ഞാൽ എന്താ പറയുക ഷോപ്പിൽ പറഞ്ഞാൽ കിട്ടില്ല എന്നുണ്ടെങ്കിൽ സമൂസ ഷീറ്റ് കാര്യങ്ങളെല്ലാം എടുക്കുമ്പോൾ തന്നെ ആ സ്വിറ്റ്സിൻ്റെ സെക്ഷൻ ഉണ്ടാവില്ലേ, അവിടെ തന്നെ ഉണ്ടാവും കേട്ടോ ഈ ഒരു ഷീറ്റ്. പിന്നെന്താ, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാ മൈദ വെച്ചിട്ട് നല്ല നേരെ രീതിയിൽ പരത്തിയിട്ട് അതിന് മുകളിലായിട്ട് ബട്ടർ ബ്രഷ് ചെയ്ത് കൊടുക്കുക, കുറച്ച് മൈദ ഇട്ട് കൊടുക്കുക, വീണ്ടും ഇങ്ങനെ പരത്തിയത് ലെയറായിട്ട് അങ്ങനെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അത്രയും നേരെ രീതിയിൽ പരത്താൻ കഴിയുമെങ്കിൽ മാത്രം. ഇനിയിപ്പോൾ ഞാൻ ആ ഒരു സ്വീറ്റ് റെഡിയാക്കി എടുക്കലാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ടായിന്. ക്രീം തന്നെ അടിപൊളിയല്ലേ. നമുക്കിപ്പം കുനാഫെല്ലാം കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് അല്ലേ, ഉള്ളിൽ ക്രീം ആയതുകൊണ്ട് തന്നെ അതുപോലെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനില്ലേ ബട്ടർ മെൽറ്റാക്കിയിട്ട് ഇതിന് മുകളിലായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കലാണ്. എന്നിട്ട് വീണ്ടും ഒരു ലെയർ അതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കും, ഒരു ലെയർ ഷീറ്റും കൂടി അതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കും. എന്നിട്ട് വീണ്ടും അതിന് മുകളിൽ ബട്ടർ ബ്രഷ് ചെയ്ത് കൊടുക്കണം കേട്ടോ.
കുറച്ചധികം ബട്ടർ വേണം, പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. നമ്മളിപ്പോൾ ഒരു പാർട്ടിയെല്ലാം ഉണ്ടാകുമ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് നമ്മളോട് ചോദിക്കും, അത്രയും അടിപൊളിയായിരിക്കും. ഇപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ എല്ലാ ഭാഗത്തും ബ്രഷ് ചെയ്ത് കൊടുക്കലാണ്. എന്നിട്ട് വീണ്ടും ഒരു ഷീറ്റും കൂടി വെച്ച് കൊടുക്കും. ഞാനിപ്പോൾ 2 ഷീറ്റ് മാത്രമാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഷീറ്റ് 3-4 എണ്ണം ഇതുപോലെ ലെയറാക്കിയിട്ട് വെച്ച് കൊടുത്തായിട്ട് അതിന് മുകളിൽ എന്തെങ്കിലും നട്ട്സ് പൊടി ഇട്ട് കൊടുക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ കോക്കനട്ട് ഉണ്ടാവില്ലേ, എന്താ പറയുക, ഡിസ്കേറ്റഡ് കോക്കനട്ട് ഉണ്ടാവില്ലേ, അത് കുറച്ച് മിൽക്ക് മെയ്ഡിൽ മിക്സ് ആക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ട് ചെയ്തെടുക്കുക. അതിൽ നിങ്ങളെ ഇഷ്ടത്തിനും നിങ്ങളെ ഐഡിയക്കും അനുസരിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇതാ ഈ ഒരു ക്രീമാണ് ഇട്ട് കൊടുക്കുന്നത്. ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു ക്രീമിന് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇത് ഒരു റോസിൻ്റെ ഷേപ്പിൽ ഞാൻ ചുറ്റിച്ചു കൊടുക്കലാണ്. ഇതുണ്ടാക്കി കഴിഞ്ഞാൽ ഒരു റോസ് കാണുന്നതിരി കാണും. ഇതാ രണ്ടാമത്തത് ഞാൻ മൊത്തത്തിൽ ഒരു ബൗളിൽ എന്താ പറയുക, ഒരു ട്രയൽ കൊള്ളുന്ന രീതിയിൽ ഞാൻ ഇതുപോലെ റൗണ്ട് ആക്കിയിട്ട് ചെയ്തെടുക്കലാണ് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്ന ഭയങ്കര സ്പീഡായിട്ടാണ്. കാര്യം എൻ്റെ ഫോണിൽ സ്വിച്ച് ഓഫ് ആയി പോയിട്ടുണ്ടായിരുന്നു ഇന്നലെ. ഇക്കാൻ്റെ മൊബൈലാണ് ബാക്കിയുള്ളത് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഇന്നാണെന്നുണ്ടെങ്കിൽ ഷോപ്പിൽ പോയി. അപ്പോൾ വീഡിയോ ഞാൻ അയച്ചു തരാൻ പറഞ്ഞിട്ട് അങ്ങനെ അയച്ചു തന്ന ശേഷം കേട്ടോ എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് വീഡിയോ വരാനും കുറച്ച് താമസിച്ചിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ഞാനില്ലേ ക്രീം അതിനുള്ളിലായിട്ട് വെച്ച് കൊടുക്കലാണ്. എന്നിട്ട് അതുപോലെ തന്നെ എന്താ പറയുക, ആ റോസിൻ്റെ ആ ഒരു ഷേപ്പിൽ തന്നെ ചെയ്ത് കൊടുക്കലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്തെടുക്കുക. റോസിൻ്റെ ഒരു ഷേപ്പാകുമ്പോൾ നമ്മൾ പാർട്ടിയിലെല്ലാം ടേബിൾ ഡോളെല്ലാം സെറ്റ് ചെയ്യുമ്പം വേറെ തന്നെ ഒരു അടിപൊളി ലുക്കായിരിക്കും കാണാൻ വേണ്ടിക്ക്. അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ ചെയ്തെടുത്തിട്ടില്ലേ. അവസാനമായിട്ട് ബാക്കിയുള്ള ബട്ടറില്ലേ അതിന് മുകളിലായിട്ട് ഒന്ന് വെച്ച് കൊടുക്കലാണ്. പിന്നെ ആദ്യം നമ്മളിത് വെച്ച് കൊടുക്കും മുന്നേ താഴ്ഭാഗത്തായിട്ട് ബട്ടർ, ആ ഒരു ട്രേൻ്റെ താഴ്ഭാഗത്തായിട്ട് ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ടാണ് ഇത് വെച്ച് കൊടുക്കണ്ടേ. എന്നിട്ട് അതിന് മുകളിലായിട്ട് വീണ്ടും കുറച്ച് ബട്ടർ ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് ഓവനിൽ ഒരു 150 ഡിഗ്രിയിൽ ഒരു 10-15-20 മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ തന്നെ പെട്ടെന്നാവും കേട്ടോ. നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. മുകൾ ഭാഗം ഒന്ന് കളർ ചേഞ്ച് ആയിട്ട് വന്നാൽ തന്നെ നമുക്കിത് കുക്കായി എന്നാണ് അർത്ഥം. കാര്യം നല്ലോണം മുകൾ ഭാഗം കളറൊന്നും ചേഞ്ച് ആവേണ്ട ആവശ്യമില്ല. കരിഞ്ഞു പെട്ടെന്ന്. കാര്യം നേരെ തൊലിയല്ലേ, ഏകദേശം കുക്കായ തൊലി തന്നെയാണ്. ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആയാൽ വന്നാൽ മാത്രം മതി. ഇനിയിപ്പോൾ ഇതാ ഞാനില്ലേ ചിക്കൻ പക്കോടയും കൂടി പൊരിച്ചെടുക്കലാണ്. അതിനിടയിൽ ഉമ്മ പത്തിരി ചുട്ടെടുത്തിട്ടുണ്ടായിനി. ഓരോരോ പണികൾ ഉമ്മാൻ്റെ അത് കഴിയുന്നുണ്ട്. മൻഹെല്ലാം ജ്യൂസ് അടിക്കുന്നുണ്ട്. അപ്പം എല്ലാവരും വന്ന് എന്താ പറയുക, ഉപ്പിയും ഇക്കും എല്ലാം വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഇതാ ചിക്കൻ പക്കോട എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്നാക്കാണ്. നല്ല ടേസ്റ്റാണ്. ഫ്രഷ് ആയിട്ടുള്ള ചിക്കൻ വേവിക്കാതെ ചിക്കനാണ് നമ്മൾ ഈ മിക്സിയിൽ ഇട്ട് കൊടുത്തിട്ട് നല്ല കുറച്ചധികം എണ്ണയിൽ ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കുന്നത്. ഇതാ മൊത്തത്തിൽ ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കലാണ്. ഇതാണെങ്കിൽ 2 ആൾക്ക് കൊടുക്കാനുള്ളതും കൂടി ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇതാ മൊത്തത്തിൽ ഇതുപോലെ ഇട്ട് കൊടുക്കുക. പച്ചമുളകെല്ലാം കുറച്ചധികം തന്നെ ഇട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇതാ ബീഫ് കറി എന്താ പറയുക, വെള്ളം പോലത്തെ ബീഫ് കറി ഉണ്ടാവില്ല, എന്താ പറയുക, അധികം കുറുക്കാത്ത ടൈപ്പ് ആ ഒരു ബീഫ് കറിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റാണ്. നേരിയ ദോശ, പത്തിരി, പുട്ടിൻ്റെ എല്ലാം കൂടെ കഴിക്കാൻ വേണ്ടിക്ക് ഇങ്ങനത്തെ കറി ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ അതിലേക്ക് ഞാൻ മല്ലിയിലയും കുറച്ച് ചെറുനാരങ്ങയും കൂടി പിഴിഞ്ഞെടുക്കുന്നുണ്ട്. നല്ല അടിപൊളി ബീഫാണ് കേട്ടോ. ബീഫിൻ്റെ എണ്ണയാണ് കേട്ടോ മുകളിലായിട്ട് ഇറങ്ങിയ, അല്ലാണ്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തതല്ല. ഇനിയിപ്പോൾ ഇതും കൂടി ഞാൻ ഫ്രൈ ആക്കി എടുക്കലാണ്. പിന്നെ ആ ഒരു ക്രീം കുറച്ച് ബാക്കി ഉണ്ടായിട്ടുണ്ടായിന്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് കളയണ്ടാലോ എന്ന് വിചാരിച്ചിട്ട് ഇതിലേക്ക് കുറച്ച് എന്താ പറയുക, ഈ ഒരു കപ്പിലേക്ക് കുറച്ച് സ്ട്രോബെറി സിറപ്പില്ലേ അത് ഒഴിച്ച് കൊടുക്കലാണ്. എന്നിട്ട് ആ ക്രീം ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നട്ട്സും കാര്യങ്ങളെല്ലാം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിരിക്കും. ആ ക്രീം വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് അല്ലേ. നമ്മൾ പാല്, ബട്ടർ, കോൺഫ്ലോറും എല്ലാം കൂടി മിൽക്ക് മെയ്ഡും കൂടി മിക്സ് ആക്കിയിട്ടുണ്ടാക്കിയ എന്താ പറയുക കുറുക്കിയെടുത്ത ഐറ്റം അല്ലേ. ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിക്ക്. അപ്പോൾ അത് കളയണ്ടാലോ എന്ന് വിചാരിച്ചിട്ട് ഒരു കപ്പിലേക്ക് അങ്ങനെ ആക്കി കൊടുക്കലാണ്. അപ്പോൾ ഇതാ മൊത്തത്തിൽ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് മുകളിൽ കുറച്ച് എന്താ പറയുക കോൺഫ്ലാക്സും പിസ്തയും പിന്നെ ആ ക്രീമിനെ കുറച്ചുകൂടി മുകളിലായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിന്. കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിക്ക് നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഇങ്ങനെ ക്രീം മാത്രം ആക്കിയിട്ട് ചിലവർന്ന രീതിയിലൊരു ഐറ്റം എല്ലാം വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തോ, അടിപൊളിയായിരിക്കും. കാണാനും നല്ല അടിപൊളിയായിരിക്കും. ഇനിയിപ്പോൾ ആ ഫ്രൂട്ട്സും കാര്യങ്ങളും എല്ലാം സെറ്റാക്കി എടുക്കലാണ്. പപ്പായ ആണ് കേട്ടോ ഫ്രൂട്ടായിട്ട് കട്ടാക്കിയിട്ടുണ്ടായിന്. പിന്നെ ഓറഞ്ചും. അധികം ഫ്രൂട്ട്സൊന്നും കട്ടാക്കി ഇട്ടിട്ടില്ല. കാര്യം നോമ്പ് തുറന്നാൽ തന്നെ ഏകദേശം
വയറെല്ലാം ഫില്ലാവും. കുട്ടികളും ഞാനൊന്നും അങ്ങനെ ഫ്രൂട്ട്സ് കഴിക്കാൻ നിൽക്കില്ല, കുറവ് തന്നെ ആയിരിക്കും. അപ്പം ഉപ്പാക്കും ഉമ്മാക്കിലുള്ള ഫ്രൂട്ട്സ് മാത്രം അങ്ങനെ കട്ടാക്കിയിട്ട് എടുക്കലാണ്. സത്യം പറഞ്ഞാൽ ഫ്രൂട്ട്സ് ആണ് കേട്ടോ നമ്മൾ കൂടുതൽ കഴിക്കേണ്ടത്. അങ്ങനെ ഇനിയിപ്പോൾ ഇതാ പപ്പായും പിന്നെ ഈത്തപ്പഴവും എല്ലാം വെച്ച് കൊടുക്കലാണ്. ഇന്നാന്നുണ്ടെങ്കിലേ കാഷ്യൂനട്ട് തീർന്നു പോയിട്ടുണ്ടായിന്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കലുണ്ട് ഈത്തപ്പഴത്തിൻ്റെ ഉള്ളിൽ. ഒരു ഈത്തപ്പഴത്തിൻ്റെ ടേസ്റ്റും ഒന്നുകൂടി മാറാൻ വേണ്ടിക്ക്, കുറച്ച് ഹാർഡാകാൻ വേണ്ടിക്കെല്ലാം എന്താ പറയുക, ഒരു ക്രിസ്പിനെസ് എല്ലാം വരാൻ വേണ്ടിക്ക് നല്ല ടേസ്റ്റി ആയിരിക്കും. കാഷ്യൂനട്ടിൻ്റെ കൂടെ ഈത്തപ്പഴം കഴിക്കാൻ വേണ്ടിക്കല്ലായിരിക്കും കഴിക്കുന്നത് തന്നെയായിരിക്കും. എന്നാലും ഞാൻ അറിയാത്തവർക്ക് വേണ്ടിക്ക് പറയുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഈത്തപ്പഴം കൂടി ഞാൻ വെച്ച് കൊടുക്കലാണ്. എന്താ പറയുക, ഈ ഒരു ഇറച്ചിയടൻ്റെ റെസിപ്പി കാണാത്തവരാണെങ്കിൽ, ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഉണ്ടാക്കി നോക്കിക്കോ. ഇർഫാന ഷംഷീർ ഇറച്ചിയട കണ്ണൂർ സ്നാക്സ് റെസിപ്പീസ് എന്നെല്ലാം ടൈപ്പ് ചെയ്തതിനാൽ കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ഞാനില്ലേ കുറച്ച് റോസ് പെറ്റൽസും കൂടി ആ ഒരു എന്താ പറയുക ഐറ്റത്തിൻ്റെ മുകളിൽ, ആ ഒരു സ്വീറ്റിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കലാണ്. ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്തതിനാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. എനിക്കിൽ ഈ റോസ് പെറ്റൽസ് ഐറ്റംസ് എല്ലാം ഇങ്ങനെ ഫ്രിഡ്ജിലെപ്പോഴും ഞാൻ വാങ്ങി വെക്കലുണ്ട് കേട്ടോ. എന്തെങ്കിലും പുഡിങ്ങെല്ലാം ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് അതില്ലാണ്ടിരിക്കുമ്പോൾ ഒരു എന്താ പറയുക, ഒരു സങ്കടം തോന്നും. അതുകൊണ്ട് ഇനിയിപ്പോൾ ഇതാ പിസ്തയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം അതെല്ലാം കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ എന്താ പറയുക സ്വീറ്റ് ഏകദേശം റെഡിയാവും. എന്നിട്ട് ഇതിലേക്കില്ലേ ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അവസാനമായിട്ട് ആ ഷുഗർ സിറപ്പിൽ കൂടി ആയിട്ട് നല്ല കുതിർന്ന് വരുമ്പോഴും ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവുക. ഞാൻ പക്വാടയും ഇറച്ചിയടയും എല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അപ്പുറം ഏച്ചിക്കുള്ളതും പിന്നെ ഇക്കാൻ്റെ ഒരു ഫ്രണ്ടിന് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിന്. ഇക്കില്ലേ എന്തെങ്കിലും ഞാൻ സ്പെഷ്യലായിട്ട് സ്വീറ്റ് ഐറ്റംസ് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞാലില്ലേ കുറച്ചെങ്കിലും കൊണ്ടുപോകും. കറിയൊക്കെ കഴിച്ചിട്ട് അത് ഭയങ്കര ടേസ്റ്റ് ആയിട്ടെല്ലാം തോന്നിക്കഴിഞ്ഞാൽ പറയൂ ഒന്ന് പൊതിനെടുത്തോ എനിക്ക് കൊടുക്കാമെന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ എടുക്കും. അപ്പോൾ അതും കൂടി ഞാൻ എല്ലാം സെറ്റ് ചെയ്യലാണ്. ആ സ്വീറ്റില്ലേ അവസാനം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് തന്നെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അത് പൊതിനിട്ടില്ല. അത് അവസാനം ഞാൻ പൊതിയുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എല്ലാം സെറ്റായി. ഞാൻ ഷുഗർ സിറപ്പും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കലാണ്. ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്ന വീഡിയോ മിസ്സായി പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. നോക്കട്ടെ, ഞാൻ നോക്കിയിട്ട് എഡിറ്റ് ചെയ്യും ഒന്നുകൂടി. ഇനിയിപ്പോൾ എല്ലാം ടേബിളിൽ സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് അൽഹംദുലില്ലാ നോമ്പ് തുറക്കലാണ്. എല്ലാവരും ഇരിക്കുമ്പോൾ മൈസിമൻ വീഡിയോ എടുക്കുമ്പോൾ ഇരിക്കില്ല, ഒരു പറയും വീഡിയോ എടുത്ത് അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് നേരത്തെ വീഡിയോ അങ്ങനെ ഷൂട്ട് ചെയ്യലുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് അൽഹംദുലില്ലാ മാഷാ അല്ലാ നമ്മൾ നോമ്പ് തുറക്കലാണ്. ഇന്ന് എല്ലാ ഐറ്റംസും പെട്ടെന്ന് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടായിന് കേട്ടോ. കുറേ സമയം മുമ്പേ നമുക്ക് ഇരിക്കാനും കഴിഞ്ഞിട്ടുണ്ടായിന്. പിന്നെന്താ മക്കളെ രണ്ടാളെയും കാണിച്ചു വിടുമെന്ന് എന്നോട് ചോദിക്കലുണ്ട്. ഓറ് വരില്ല കേട്ടോ. ഓറ് രണ്ടാളും വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഹാഫ് സ്ലീവാന്ന് ഇടാം. അപ്പം വീഡിയോ എടുക്കുമ്പോൾ ഫുൾ സ്ലീവ് ഇട്ടിട്ട് വരണ്ടേന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു വരത്തില്ല. വരാൻ താല്പര്യം കുറവാണ്. ഞാൻ എപ്പോഴെങ്കിലും നിർബന്ധിച്ച് കഴിഞ്ഞാലാണ് ഒന്ന് വരാം. അതുപോലെ തന്നെ ഇക്കാനും കേട്ടാ, ഇക്കാനെ അവിടെ ഇരുന്നതിനാലും ഒന്ന് വീഡിയോ എടുത്തോട്ട് നോക്കാന്ന് പറഞ്ഞിട്ട് നിർബന്ധിക്കണം. എന്നാലേ അവിടെ വന്നിട്ടിരിക്കും. എന്താ പറയുക, എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്ത് കൊടുത്താൽ മാത്രം വന്നിട്ടിരിക്കും. അങ്ങനെ പിന്നെന്താ, ഞാനില്ലേ ഇത് സെർവ് ചെയ്തിട്ടും കൂടി കാണിച്ചു തരാം. നല്ല ടേസ്റ്റാണ് കേട്ടോ, അടിപൊളിയാണ്. നിങ്ങളെന്തായാലും ഉണ്ടാക്കി നോക്കുക. എന്താ പറയുക, കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയില്ലേ, നല്ല റോസാ ഫ്ലവറെല്ലാം പോലെയില്ലേ. നിങ്ങളെന്തായാലും ഉണ്ടാക്കി നോക്കണേ, അടിപൊളിയാണ്. പിന്നെന്താ, അപ്പോൾ അത് കഴിച്ചിട്ടും കൂടി ഞാൻ കാണിച്ചു തരാം. കാര്യം ഇതെനിക്ക് കഴിക്കാൻ ഭയങ്കര കൊതി ഉണ്ടായിട്ടുണ്ടായിരുന്നു. നോമ്പെല്ലാം തുറന്നു കഴിഞ്ഞ് നമസ്കാരമെല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇത് ഞാൻ കട്ട് ചെയ്യുന്നത്. കാരണം വേഗം ഒരു പീസ് എടുത്ത് മാറ്റി വെക്ക് പൊതിന എനിക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഞാൻ വേഗം കട്ട് ചെയ്തിട്ട് ഒന്ന് കഴിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുത്താണ്. അടിപൊളിയാണ്. ഇനിയിപ്പോൾ എൻ്റെ ഫ്രണ്ടിനുള്ളതും കൂടി ഒന്ന് പൊതിനെടുക്കലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിലേ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെന്താ ഒരു സ്മൈലെങ്കിലും കമൻറ്റ് ആയിട്ട് ഇടുക. നിങ്ങളെ കമൻറ്റ് കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഒരുപാട് അറിവുകൾ ആ കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ പറഞ്ഞിരുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ഇൻഷാ അല്ലാ അസ്സലാമു അലൈക്കും, ബൈ.